എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കോമ്പാക്ട്നെസ്സിൻ്റെ കുറച്ച് കാര്യങ്ങളും പിന്നെ കുറച്ച് 1-2 പ്രോബ്ലംസുമാണ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ. നിങ്ങൾ എക്സാമിന് കൂടുതലായിട്ട് ഏതെങ്കിലും പ്രോബ്ലംസ് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ കിട്ടാത്തതുണ്ടെങ്കിലോ അല്ലെങ്കിൽ എക്സസൈസിൽ നിന്നോ അല്ലെങ്കിൽ എവിടുന്നെങ്കിലും പ്രോബ്ലംസ് കിട്ടാത്തതുണ്ടെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യുക. ഞാനത് സോൾവ് ചെയ്ത് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ആയിട്ടോ ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി കോൾ മീ. I will explain. So, compactness in the definition ഇതായിരുന്നു. A subset K of R is compact if every sequence in K has a subsequence that converges to a limit that is also in K. Typical example എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ 0-1 ആയിരുന്നു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോമ്പാക്ട്നെസ്സിൻ്റെ ഒരു ക്യാരക്ടറൈസേഷൻ. കോമ്പാക്ട് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് സെറ്റ് ആൻഡ് എ ബൗണ്ടഡ് സെറ്റ്. ക്ലോസ്ഡ് ആവുക, ബൗണ്ടഡ് ആവുക എന്നുള്ളതാണ് അതിൻ്റെ ക്യാരക്ടറൈസേഷൻ. അപ്പോൾ ഇതാണ് കോമ്പാക്ട്നെസ്സിൻ്റെ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ക്യാരക്ടറൈസേഷൻ. അതുപയോഗിച്ച് ഇങ്ങനെ ഒരു തിയറം ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രൂഫ് ഞാൻ ഡിസ്കസ് ചെയ്തില്ല, എക്സസൈസ് ആയിട്ട് തന്നു, ആവശ്യമുള്ളവർ ചെയ്യാം. നമുക്ക് നെസ്റ്റഡ് ഇൻ്റർവൽ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. സിമിലർ പ്രൂഫ് തന്നെയാണ് നെസ്റ്റഡ് കോമ്പാക്ട് സെറ്റ് പ്രോപ്പർട്ടിയിലും ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇമിറ്റേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി വേറൊരു ക്യാരക്ടറൈസേഷൻ പറയാൻ വേണ്ടിയിട്ട് we need a definition. Let K subset of R and I'll consider a set O lambda element of, ഞാൻ പുസ്തകത്തിലെ അതേ നൊട്ടേഷൻ തന്നെ ഉപയോഗിക്കാം, ക്യാപിറ്റൽ ലാംഡ be a collection of open sets. എന്ന് വെച്ചാൽ എന്താ, ഈ കളക്ഷനിലെ ഓരോ O lambda എന്ന് പറയുന്ന സെറ്റും O lambda എന്ന് പറയുന്നതും ആറിൻ്റെ ഒരു ഓപ്പൺ സബ്സെറ്റാണ്. ഓപ്പൺ സബ്സെറ്റ്. ഈ ക്യാപിറ്റൽ ലാംഡ എന്ന് പറയുന്ന ഒരു ഇൻഡെക്സിങ് സെറ്റ്. ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ ലാംഡ നമ്മൾ ടിപ്പിക്കലി കാണുന്ന നാച്ചുറൽ നമ്പേഴ്സ് ആണ്, 1, 2, 3 എക്സെട്ര. ഈ ക്യാപിറ്റൽ ലാംഡയ്ക്ക് പകരം നിങ്ങൾക്ക് ഏത് സബ്സെറ്റ് വേണമെങ്കിലും എടുക്കാം, അല്ലേ? ഇപ്പം മീൻസ് 1-to-1 കറസ്പോണ്ടൻസ്. അതായത് ഈ O ലാംഡകൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലാംഡയിലെ ഓരോ ലാംഡയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു സെറ്റ് ഉണ്ടാവും. ഞാൻ കൗണ്ടബിലിറ്റി നിങ്ങളുടെ ക്ലാസ് ഡിസ്കസ് ചെയ്തപ്പോൾ ഓർമ്മയുണ്ടോ എന്നറിയില്ല. നിങ്ങൾക്ക് എണ്ണാൻ വേണ്ടിയിട്ട് 1, 2, 3, 4, 5, 6 എക്സെട്ര എന്ന് പറയുന്നത് ഉപയോഗിക്കാം. വേണമെങ്കിൽ റാഷണൽ നമ്പേഴ്സ് ഉപയോഗിച്ചു എണ്ണാം. 0, 1/2, 1/3 അങ്ങനെ വേണമെങ്കിലും എണ്ണാം. ഇൻഫാക്ട് നിങ്ങൾക്ക് ഏത് സെറ്റ് വെച്ച് വേണമെങ്കിലും ഇൻഡെക്സ് ചെയ്യാം. എണ്ണലും ഇൻഡെക്സിങ് തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. എന്തായാലും നമുക്കൊരു കളക്ഷനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് മാത്രമല്ല ഏത് സെറ്റിലെ എലിമെൻറ്റുകളും ഉപയോഗിക്കാം. അങ്ങനെയുള്ള സെറ്റുകളെ വിളിക്കുന്ന പേരാണ് ഇൻഡെക്സിങ് സെറ്റ്സ് എന്ന് വിളിക്കും. ഇൻഡെക്സിങ് സെറ്റ്. അപ്പോൾ ഡെഫിനിഷൻ എന്ന് പറയുന്നത് we say that the collection set of lambda element of capital lambda is an open cover for K if ആ പേര് സൂചിപ്പിക്കുന്ന പോലെ നമ്മൾ ഈ മൊത്തം O ലാംഡകളുടെ യൂണിയൻ എടുക്കുക. അതിനകത്ത് K ഉണ്ടെങ്കിലാണ് ഓപ്പൺ കവർ എന്ന് പറയുന്നത്. അത് മൊത്തം ആ യൂണിയൻ എടുത്ത് ആ K എനിക്ക് കവർ ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ, സപ്പോസ് യു ഹാവ് 0, 1, just say 0, 6. Example, uh, 1/2 1 എന്നെടുക്കുക. ഞാൻ 1/3 3/4 എന്നെടുത്തു. ഇനി ഓപ്പൺ ഇൻ്റർവൽ 0, ഇതിനിടയ്ക്കുള്ള എലിമെൻറ്റ് ഫോർ എക്സാമ്പിൾ ഞാൻ 5/6
6 എന്നാണ്. അങ്ങനെയാണെങ്കിൽ 0 5/6 യൂണിയൻ 1/3 3/4 യൂണിയൻ 1/2 1. ഇതെന്ന് പറയുന്ന കെ കണ്ടെയ്ൻഡ് ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ കെ മീൻസ് ഹിയർ കെ ഇവിടെ കോമ്പാക്റ്റ് ആവണമെന്നില്ല കേട്ടോ. എനി സബ്സെറ്റ് കെ കോമ്പാക്റ്റ് ആവണമെന്നില്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ കെ എന്ന് ഉപയോഗിച്ച് പോയി, ഞാൻ ഇനി മാറ്റാൻ നിൽക്കുന്നില്ല. ഈ ഓപ്പൺ ഇന്റർവൽ 0 1 എന്ന് പറയുന്നത് ഇതിനകത്ത് കണ്ടെയ്ൻഡ് ആയി. Another example is suppose 0 1 2, or you can even take 3 1/2 1/4 2 3 1/2 യൂണിയൻ 1/4 2. ഇതിനകത്തും 0 1 കണ്ടെയ്ൻഡ് അല്ലേ. സോ സെറ്റ് 3 1/2 ഓപ്പൺ ഇന്റർവൽ 3 1/2 1/4 2 is an open cover. അപ്പോൾ ഒരു സെറ്റിന് നിരവധി ഇൻഫിനിറ്റ്ലി മെനി ഓപ്പൺ കവർ ഉണ്ടാവും നാച്ചുറലി. അത് ചിലപ്പോൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലിമെന്റ്സ് ആയിരിക്കാം, ചിലപ്പോൾ ഇൻഫൈനൈറ്റും ആകാം. ഇപ്പോൾ ഈവൻ 0 1 തന്നെ കൺസിഡർ സെറ്റ് x/2 1. Okay, x belongs to open interval 0 1 is an open cover for 0 1. How to prove it? Proof what is union x belongs to 0 1 x/2 1. The meaning എന്താ? Zero 1 x എന്ന് പറയുന്നത് ഇതിന് ഇടയ്ക്കുള്ള എലിമെന്റാണ്. x/2 എക്സിന് 0 1 എലിമെന്റ് ആയതുകൊണ്ട് x/2ഉം 0 1 എലിമെന്റ് തന്നെയായിരിക്കും. ഓപ്പൺ ഇന്റർവൽ 0 1 എലിമെന്റ് തന്നെയായിരിക്കും. ഈ എക്സുകൾ ആസ് x ടെൻഡിങ് ടു 0 x/2 ടെൻസ് ടു 0 അല്ലേ. എക്സ് ഇത് 0യിലേക്ക് പോകുമ്പോൾ x/2ഉം 0യിലേക്ക് പോകും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് x is equal to 1/2 you will get 1/4 1. So 1/4 ഇവിടെയാണെങ്കിൽ you get this set. ഇനി x is equal to 1/3 കൊടുത്താൽ you will get 1/6 1. 1/6 എന്ന് പറയുന്നത് കുറച്ചുകൂടെ എപ്പോഴത്തായിരിക്കും അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള സെറ്റുകൾ കൊണ്ട് ഇങ്ങനെ എനിക്ക് കവർ ചെയ്യാം. അപ്പോൾ യൂണിയൻ എടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് എക്സാക്ട്ലി 0 1. ഓക്കെ, സോ റിഗറസ് ആയിട്ട് ഇതിന്റെ പ്രൂഫ് ഒന്നും നിങ്ങൾ ഇപ്പൊ തൽക്കാലം ആലോചിക്കണ്ട, ഇതങ്ങനെ അല്ലാതെ പ്രൂവ് ചെയ്യാം. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ യു ക്യാൻ ഡ്രോ ദി ഫിഗർ ലൈക്ക് ദിസ് ആൻഡ് റൈറ്റ് ദ ആൻസർ. അപ്പോൾ കഴിവതും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഉള്ള ധാരണ ഉണ്ട് എന്ന് പേപ്പറിൽ എഴുതി കാണിച്ചാൽ മതി. നിങ്ങൾ റിയൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു റിഗറസ് പേപ്പറാണ്, എല്ലാത്തിനും നല്ല ലൈൻ ബൈ ലൈൻ പ്രൂഫ് എഴുതാം. പക്ഷെ നിങ്ങൾക്ക് ഇതൊരു കുറച്ചുകൂടെ എന്താ പറയുക ലിബറൽ ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ ആയിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അതിന്റെ കൺസെപ്റ്റ് മനസ്സിലായി എന്നറിയാൻ കാണിക്കാൻ വേണ്ടിയുള്ള പടങ്ങളോ സെന്റൻസുകളോ ബുള്ളറ്റ് ഫോമിലോ വളരെ ഷോർട്ടായിട്ട് കോമ്പാക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി. ഇലാബറേറ്റ് ആയിട്ട് പ്രൂഫ് എഴുതിയില്ലെങ്കിലും യു വിൽ ഗെറ്റ് ദ മാർക്ക് for examination point of view. Okay, but remember all these can be proved rigorously using the axioms and all the tools you have developed in the first two modules. Okay, so you can keep that in mind. Okay, anyway, so in other words, if you consider
k equal to closed interval 0, 1. ഇവിടെ 0, 1 കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ ഈ കവർ ശരിയാവില്ല അല്ലേ? യൂണിയൻ ഈ എഴുതിയിരിക്കുന്ന യൂണിയൻ എക്സ് ബിലോങ്സ് ടു 0, 1 ഓപ്പൺ ഇന്റർവൽ x/2 1 ഇതേ ആവുള്ളൂ. 1ഉം 0യും അവിടെ വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം ഈ കളക്ഷനെ ഇങ്ങനെ മാറ്റാം. സോ യു കൺസിഡർ ദ കളക്ഷൻ സെറ്റ്. 0യെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു -ε ആഡ് ചെയ്തു. -ε എന്ന് എഴുതണ്ട. യു ക്യാൻ ഈവൻ in fact you can take -1/2 1/2 കുറച്ച് കൂടുതലാണത്, 3ന്റെ ആവശ്യമില്ല. ആ ഇന്റർവൽ ആഡ് ചെയ്തു. പിന്നെ ഈ പറഞ്ഞ x/2 1, പിന്നെ 1/2 3/2. ഇതിൽ x 0, 1ലെ എലിമെന്റ്സ് is an open cover for closed interval 0, 1. So you can note that in the above example, I will give some number C06, C07, C08. Show that the open cover at open interval x/2 1, x belongs to open interval 0, 1. ഇത് ഒരു ഓപ്പൺ കവർ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഓഫ് ദ ഇന്റർവൽ 0, 1 has no finite subcover. എന്ന് പറഞ്ഞാൽ ഈ കളക്ഷനിൽ എത്ര സെറ്റുകളുണ്ട്? ഇൻഫൈനൈറ്റ്ലി മെനി സെറ്റുകളുണ്ട് അല്ലേ? ഓരോ എക്സിനും 0, 1-അകത്തുള്ള ഓരോ എക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഇവിടെ ഒരു ഇന്റർവെൽ കൺസിഡർ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ആ കളക്ഷനിൽ ഇൻഫൈനൈറ്റ്ലി മെനി സെറ്റുകളുണ്ട്. അതിനെ പക്ഷേ എനിക്കതിന് ഇൻഫൈനൈറ്റ് എണ്ണം അല്ലാതെ ഒരു ഫൈനൈറ്റ് വെച്ച് കവർ ചെയ്യാൻ പറ്റൂല എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു 10 വെച്ച് കവർ ചെയ്യാൻ പറ്റില്ല. ഇത് ഇവിടെ ഇൻഫൈനൈറ്റ്ലി മെനി ഉണ്ടെങ്കിലേ കവർ ചെയ്യാൻ പറ്റൂ. ഒരു 10 അല്ലെങ്കിൽ 100 വെച്ചൊന്നും ഇതിനെ ഈ കളക്ഷന്റെ സബ് കളക്ഷനിൽ നിന്ന് കവർ ചെയ്യാൻ പറ്റില്ല. ആ എടുക്കുന്നത് ഇതിനകത്തുനിന്നുള്ള ഇന്റർവെൽസ് തന്നെ ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു ഫൈനൈറ്റ് വെച്ച് എനിക്കിവിടെ കവർ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതിന്റെ പ്രൂഫ്, സപ്പോസ് ഫൈനൈറ്റ് വെച്ച് എനിക്ക് കവർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക. സെറ്റ് ഓഫ് ഓൾ xi/2 1 such that x1 x2 right, xi belongs to 0, 1. I is ഒരു n എണ്ണം വെച്ചിട്ട് 1 2 3 etc. ഒരു n എണ്ണം വെച്ച് എനിക്കത് കവർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും. ഈസ് എ സബ് കവർ or finite subcover open interval 0, 1. So the idea is take x is equal to minimum of x1 x2 etc. x. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് എൻ്റെ 0, 1. Okay. We may assume that x1 less than x2 less than etc. less than xn അല്ലേ? ഏതെങ്കിലും ഒരു ഓർഡറിലായിരിക്കുമല്ലോ അത് വരുന്നത്. അപ്പം ഞാൻ ഈ ഒരു ഓർഡറിൽ ആ ലേബലിംഗ് കൊടുത്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കവർ എങ്ങനെയാണ് വരിക? ഏറ്റവും ചെറുത് വരുന്നത് അവസാനം വരും അല്ലേ? അപ്പം ഇത് x1/2 ആയിരിക്കും, ഇത് x2/2 ആയിരിക്കും എക്സെട്ര. ഇതൊരു xn/2 ആയിരിക്കും. അപ്പോൾ എൻ്റെ ഇന്റർവെൽസ് വരുന്നത് ഇങ്ങനെ
ഇങ്ങനെ എക്സെട്ര ഇങ്ങനെ. നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഞാൻ ഇവിടെ നിന്നൊരു പോയിന്റ് എടുത്താൽ, ഫോർ എക്സാമ്പിൾ x1/4 എടുത്താൽ അത് ആ സെറ്റിൽ വരില്ല, യൂണിയനിൽ വരില്ല. സോ ദെൻ ഞാൻ മിനിമത്തിനെ എക്സ് എന്നാണ് വിളിച്ചിരിക്കുന്നത് അല്ലേ? അത് ആക്ച്വലി ഇതായിരിക്കും എൻ്റെ ഇത് x/2 ആയിരിക്കും. സോ ദിസ് വിൽ ബി x/2. Sorry, I will take that x അല്ലേ? or x/2 whatever. or this is, അല്ലെങ്കിൽ ഞാൻ കൊടുത്ത ലേബലിംഗ് അനുസരിച്ച് ഇത് x1 ആയിരിക്കും അല്ലേ? ഈ അസംഷൻ അനുസരിച്ച് ഞാൻ ഇങ്ങനെ അസ്യൂം ചെയ്താൽ മിനിമം എന്ന് പറയുന്നത് x1 ആയിരിക്കും. അപ്പോൾ എനിക്ക് x എന്നുള്ളത് ഒഴിവാക്കാം, x എന്ന് വേണമെന്നില്ല, x1 തന്നെയാണ്. Then y is equal to x1/4 does not belongs to union I is equal to 1 to n xi/2 1, but y belongs to 0 1. പടം ആലോചിച്ചാൽ മതി. അപ്പോൾ എനിക്കൊരു ഫൈനൈറ്റ് എണ്ണം വെച്ച് അത് കവർ ചെയ്യാൻ പറ്റൂല. So what is the conclusion? Therefore there is no finite subcover for the collection set of all x/2 1 x belongs to 0 1 covering 0 1. Okay, 0 1നെ കവർ ചെയ്യുന്ന ഫൈനൈറ്റ് സബ് കവർ ഈ കളക്ഷന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതൊരു പെക്യുലിയർ പ്രോപ്പർട്ടിയാണ്. So if you consider the second example, show that the collection set മൈനസ്, പുസ്തകത്തിൽ ഇത് 1/2 വരെ എപ്സിലോൺ ആയിരിക്കും എടുത്തിരിക്കുന്നത്. ഞാനതിനെ 1/2 എന്ന് മാറ്റിയെന്നേ ഉള്ളൂ. പുസ്തകത്തിൽ പോകുമ്പോൾ നിങ്ങൾ പുസ്തകം നോക്കുകയാണെങ്കിൽ 1/2 വരെ എപ്സിലോൺ, വേറെ എപ്സിലോൺ ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്നാണ് എടുത്തിരിക്കുന്നത്. x/2 1, ഇതിന് പകരം അവർ 1 മൈനസ് എപ്സിലോൺ 1 പ്ലസ് എപ്സിലോൺ ആയിരിക്കും. ഞാൻ എപ്സിലോൺ വരും 1/2 എടുത്തേ ഉള്ളൂ. സോ വേർ x belongs to 0 1 is an open cover for closed interval 0 1 having a finite subcover. ഇത് ഓപ്പൺ കവർ ആണെന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാരണം -1/2 സൊല്യൂഷൻ ഓർ പ്രൂഫ് 1/2 യൂണിയൻ x belongs to 0 1 x/2 1 യൂണിയൻ 1/2 3/2 എടുക്കുമ്പോൾ എനിക്ക് എന്താ കിട്ടുക? ക്ലോസ്ഡ് ഇന്റർവൽ 0 1. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഓപ്പൺ ഇന്റർവൽ 0 1ൽ 0യും 1ഉം ഇല്ലാതിരുന്നുള്ളൂ ആ കളക്ഷനിൽ ഇത്ര മാത്രം എടുക്കുമ്പോൾ. അത് ഞാൻ ഇവിടെ ഇതിൽ രണ്ടിലും ആഡ് ചെയ്തു. ഇതിനകത്ത് 0യും ഉണ്ട്, ഇതിനകത്ത് 1ഉം ഉണ്ട്. അപ്പോൾ ആ പ്രശ്നം സോൾവ് ചെയ്തു. അപ്പോൾ അത് ഓപ്പൺ കവറായി. നൗ ക്യാൻ യു ഒബ്റ്റെയിൻ എ ഫൈനൈറ്റ് സബ് കവർ? പടം വരച്ച് നോക്കിയാണ്. ഇത് 0 1, ഇത് 3/2, ഇത് -1/2. ഇത്രയും പോർഷൻ, സോറി സ്കെയിലിങ് കറക്റ്റ് അല്ല, എന്നാലും -1/2 1/2 ഇത്രയും എവിടെ തന്നെ വന്നു? ഇവിടെ തന്നെ വന്നു. ഓക്കെ, പിന്നെ ഇത്രയും പോർഷൻ ഇവിടെ തന്നെ വന്നു. ഇനി ആകെ ഇല്ലാത്തത് 1/2 മാത്രമല്ലേ. 1/2 വരുന്ന ഒരു ഇത് ഏതാ? ഇവിടെ ഞാൻ എക്സിന് 1/4 കൊടുത്താൽ 1/4 1, അതിനകത്ത് 1/2 വരത്തില്ലേ. സോ ക്ലിയർലി
minus 1 by 2, 1 by 2, 1 by 4, 1, 1 by 2, 3 by 2 is a finite subcover. This is the idea. ഇവിടെ 1 by 2 പകരം മൈനസ് എപ്സിലോൺ എപ്സിലോൺ, ഇവിടെ 1 മൈനസ് എപ്സിലോൺ 1 പ്ലസ് എപ്സിലോൺ ആയാലും സെയിം പ്രൂഫ് തന്നെ. ഇത് മൈനസ് എപ്സിലോൺ ആവും, ഇതൊരു എപ്സിലോൺ ആവും, ഇത് അപ്പോൾ പടം ഇങ്ങനെ വരും. മൈനസ് എപ്സിലോൺ 0 എപ്സിലോൺ, പിന്നെ 1 മൈനസ് എപ്സിലോൺ 1 1 പ്ലസ് എപ്സിലോൺ. ഇത് ഇത്രയായി, ഇത് ഇത്രയായി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു x/2 എടുക്കുക. ചൂസ് x/2 ലെസ് ദാൻ എപ്സിലോൺ 0 ലെസ്. ഇങ്ങനെയാണെങ്കിൽ ഈ സെറ്റ് ശരിയായി കവർ ചെയ്യും. അപ്പോൾ സബ് കവർ ഏതാ? മൈനസ് എപ്സിലോൺ എപ്സിലോൺ, x/2 1, 1 മൈനസ് എപ്സിലോൺ 1 പ്ലസ് എപ്സിലോൺ, where x/0 less than x/2 less than epsilon is a finite subcover. ഞാൻ ഈ സംസാരിക്കുന്നത് എപ്സിലോണിന് പകരം 1/2 കൊടുത്താലുള്ള, അല്ലെങ്കിൽ 1/2 പകരം എപ്സിലോൺ കൊടുത്താലുള്ള ആർഗ്യുമെൻ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, സോ ദിസ് ഈസ് എക്സാക്ട്ലി ദ important theorem stated, in fact stated and proved in your textbook. This is C10. This is how called. I will show the statement. I am not proving the theorem. The proof is very lengthy. You can avoid the proof. പരീക്ഷയ്ക്ക് പ്രൂഫ് പഠിക്കാൻ നിൽക്കണ്ട, നമുക്ക് അത് പഠിക്കാൻ പറ്റുന്നവർ പഠിച്ചോളൂ, ചോദിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ചോദിച്ചാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എന്തായാലും പക്ഷേ സ്റ്റേറ്റ്മെന്റ് പഠിക്കണം. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. is called, it is very important, statement is very important. Hein-Borel theorem. The Hein-Borel theorem പറയുന്നത് ഒരു സെറ്റ് കോമ്പാക്റ്റ് ആവാനുള്ള ഒരു ക്യാരക്ടറൈസേഷൻ നമ്മൾ പറഞ്ഞു, ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ്. അതായത് കോമ്പാക്റ്റ് ആവാനുള്ള ഇക്വാലന്റ് എന്ന് പറഞ്ഞാൽ ഇത് ശരിയായ ഇത് ശരിയാവും, ഇത് ശരിയായ ഇത് ശരിയാവും. ഇത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. ദിസ് ഈസ് ഓൾറെഡി പ്രൂവ്ഡ്. ഈ തിയറത്തിന്റെ ഒരു മെയിൻ പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. വേറൊരു ഇക്വാലന്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാ, മീൻസ് കോമ്പാക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇത് ശരിയായാൽ മതി. K is compact if and only if every open cover for K has a finite subcover. ഏതിനു പോലെ? Like we saw for closed interval 0, 1. ഇത് നമ്മൾ എടുത്ത ആ പർട്ടിക്കുലർ ഓപ്പൺ കവറിന് മാത്രമല്ല, ഏത് ഓപ്പൺ കവർ എടുത്താലും അതിനൊരു ഫൈനൈറ്റ് സബ്കവർ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഒരു പ്രോപ്പർട്ടി ഉള്ള സെറ്റുകളാണ് കോമ്പാക്റ്റ് സെറ്റ് എന്ന് പറയുന്നതാണ് Hein-Borel theorem. Okay, so that is the final result in your third module. പ്രൂഫ് ഇത്രയല്ല, ഇനിയും എഴുതണം. ഈ പ്രൂഫ് എഴുതണം, ഈ പ്രൂഫ് എഴുതണം. അത് നമ്മൾ തിയറം 3.3.4 ആണ് നമ്മൾ ചെയ്തതിൽ നമ്പർ ഇത് C03 ആണ് പ്രൂഫ് നമ്മൾ ചെയ്തിരുന്നു. അതും ചെയ്യണം, പിന്നെ അതിൻ്റെ മിച്ചവും ചെയ്യണം. അത് കുറച്ച് ലെങ്തി ആയതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാം. പ്രൂഫ് സമയം കിട്ടുമ്പോൾ താല്പര്യമുള്ളവർ വായിച്ചോളൂ. Okay, so finally I will do some problems. I think I will do it in a separate video. ഒരു 3-4 പ്രോബ്ലംസ് കൂടെ ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് നോട്ട് പ്രിപ്പയർ ചെയ്ത് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. വളരെ മിനിമം ആയിട്ടുള്ള കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ.